തിരുവനന്തപുരം പാറശാലയിൽ ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികൾക്കായി നിർമ്മിച്ച നിറവ ഫ്ളാറ്റിൽ മാലിന്യം പൊട്ടിയൊഴുകുന്നു. 3 വർഷമായി ശുദ്ധീകരിക്കാത്ത സെപ്റ്റിക് ടാങ്കുകൾ കാരണം പരിസരം മലിനജലത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പരാതികൾ ഉയർന്നിട്ടും ഭരണകൂടം നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്. ടാങ്കിലെ മാലിന്യം തുറസായ സ്ഥലത്ത് പടർന്നു കിടക്കുന്നത് മൂലം ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. കാരൂർ ഗ്രാമപഞ്ചായത്തിലെ കാരക്കാട്ടിൽ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് മുഖേന നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റ് പരിസരത്താണ് സെപ്റ്റിക് ടാങ്ക് മാലിന്യം കെട്ടിക്കിടക്കുന്നത്. 3 വർഷമായി സെപ്റ്റിക് ടാങ്ക് മാലിന്യം കെട്ടിനിന്ന് വലിയ ദുരിതമാണ് ഇവിടെയുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീരദേശത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്ന് താമസമാക്കിയിട്ട് 3.5 വർഷം കഴിഞ്ഞു. ഈ 3.5 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കാത്ത ദുരിതമില്ല. ഒരു വേസ്റ്റ് ഇടാനുള്ള, ഒരു മാലിന്യ സംസ്കരണത്തിനുള്ള ഒരു സ്ഥലമോ, ഒരു അടിസ്ഥാന സൗകര്യങ്ങളോ, ഒരു വേസ്റ്റ് വെള്ളം പോകാനുള്ള ഒരു സൗകര്യമോ ഒന്നും ഇല്ലാതെയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഇത്രയും ദുരിതം ഞങ്ങൾ അനുഭവിച്ചിട്ടും ഇന്ന് ഈ ഇന്റർലോക്ക് ഇട്ടതിന് ശേഷം 4 മാസം കഴിഞ്ഞ് ഈ വെള്ളം ബ്ലോക്കായി ഇവിടെ കിടന്നിട്ട്, ഈ ബ്ലോക്കായി കിടക്കുന്ന വെള്ളത്തിനെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാൻ വേണ്ടി ഞങ്ങൾ ഓരോ ഓഫീസർക്കും ഞങ്ങൾ ഇവിടെ നിന്ന് മാറി ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അസോസിയേഷന്റെ കീഴിലുള്ള ഓരോ വ്യക്തികളും. എന്നിട്ട് പോലും ഇത് തിരിഞ്ഞു നോക്കാൻ വരുന്നില്ല. ഫ്ളാറ്റുകൾ കൈമാറി 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മലിനജലം പുറത്തേക്ക് ഒഴുകി തുടങ്ങിയിരുന്നു. മലിനജലം സമീപത്തെ പറമ്പുകളിലേക്ക് വ്യാപിച്ചപ്പോൾ പ്രദേശത്തു നിന്ന് നിരവധി പേർ താമസം മാറിപ്പോയ സാഹചര്യവും ഉണ്ടായി. ഒരു മിനിറ്റ് പോലും ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നിലവിൽ നിർബന്ധമുള്ള ഒരു പേരിൽ ഈ ആളുകളെല്ലാം ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അവർ ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കി. അവർക്ക് ഈ 3-4 വർഷം കൊണ്ട് അവർക്ക് ഇതിന് ഫ്ലാറ്റിന് നമ്പർ കൊടുക്കുകയോ മറ്റ് അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അന്നു മുതൽ നിരവധി പരാതികൾ ഫിഷറീസ് വകുപ്പിന് കൈമാറിയെങ്കിലും നടപടിയെടുത്തില്ല. 126 ഫ്ളാറ്റുകളിലായി 800ഓളം പേരാണ് ഇവിടെ താമസിക്കുന്നത്. താമസക്കാരിൽ ചിലർക്ക് അടുത്തിടെ വയറിളക്കവും മഞ്ഞപ്പിത്തവും ബാധിച്ചു. ഫ്ളാറ്റിന്റെ പരിസരത്ത് സെപ്റ്റിക് ടാങ്ക് മാലിന്യം കെട്ടിക്കിടക്കുന്നതാണ് രോഗവ്യാപനത്തിന് കാരണമെന്നാണ് താമസക്കാരുടെ പരാതി. ജനം, തിരുവനന്തപുരം.